ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിജയ് ശങ്കറും ചന്ദ്രയും തമ്മിൽ വീണ്ടും വഴക്കുണ്ടാവുകയാണ്. ചന്ദ്രയാണെങ്കിൽ അർച്ചനയുടെ പേരും പറഞ്ഞ് ഇപ്പോൾ വിജയ് ശങ്കറിനെ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് രുക്കുവും വിമലയും കൂടി വരുന്നത്. ചന്ദ്രയാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് വിജയ് ശങ്കറിനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ വിജയേട്ടനെ എന്നെയും മോളെയും വേണ്ട, അർച്ചന വളർന്ന് വലിയൊരു വക്കീലായപ്പോൾ ഞങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അർച്ചനയും അവളുടെ മോളെയുമാണ് വിജയേട്ടന് ആവശ്യം, അവരെയാണ് ഇപ്പോൾ സ്നേഹിക്കുന്നത് എന്നൊക്കെ ചന്ദ്ര അങ്ങനെ ദേഷ്യത്തോടെ പറയാണ്. ഇത് കേട്ട് സഹിക്കാനാവാതെ വിജയ് ശങ്കർ ആണെങ്കിൽ ചന്ദ്രയുടെ കർണത്തടിക്കുകയാണ്. എന്നെ വിശ്വാസമില്ലാത്തവർക്ക് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാമെന്ന് പറഞ്ഞ് വിജയ് ശങ്കർ അകത്തേക്ക് പോവുകയാണ്. ചന്ദ്രയാണെങ്കിൽ ആകെ ഷോക്കായി അങ്ങനെ നിൽക്കുകയാണ്. വിമലയും രുക്കുമാണെങ്കിൽ ആകെ ടെൻഷനോടെ പേടിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം വിമലയും രുക്കുവും ചന്ദ്രയോട് പറയുന്നുണ്ട്, ചേച്ചി എന്തിനാണ് ഇപ്പോൾ വഴക്കുണ്ടാക്കാൻ പോയത്, മിണ്ടാതിരുന്നാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എന്നോട് ആരും ഒന്നും പറഞ്ഞു വരണ്ട, എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് ചന്ദ്ര അകത്തേക്ക് പോവുകയാണ്. പിന്നീട് വിജയ് ശങ്കർ ആണെങ്കിൽ ചന്ദ്ര പറഞ്ഞതും ചന്ദ്രയെ തല്ലിയ കാര്യങ്ങളെല്ലാം വീണ്ടും ഓർത്തുകൊണ്ട് ഹാളിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ആര്യ അങ്ങോട്ടേക്ക് വരുന്നത്. ആര്യ പിന്നീട് വിജയ് ശങ്കറിനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാണ് അമ്മയെ തല്ലിയത്, എന്നെ അന്ന് തല്ലിയത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായി, ഇപ്പം എന്തിനാണ് എൻ്റെ അമ്മയെ തല്ലിയത്, ആ ചിന്നുവിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണോ എൻ്റെ അമ്മയെ തല്ലിയത്, ഇതും അച്ഛൻ്റെ നാടകമാണെന്നാണോ അച്ഛൻ പറഞ്ഞു വരുന്നത്, ഇതെല്ലാം പറഞ്ഞാൽ ഇവിടെയുള്ളവർ വിശ്വസിക്കും, പക്ഷേ ഞാൻ വിശ്വസിക്കില്ല, അച്ഛന് അമ്പാട്ടുകാരുമായിട്ട് അടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ഞങ്ങളോട് തുറന്നു പറ എന്ന് ആര്യ അങ്ങനെ വിജയ് ശങ്കറിനോട് പറയാണ്. ഇത് കേട്ട് വിജയ് ശങ്കറും ആര്യയോട് ദേഷ്യപ്പെടുന്നുണ്ട്, നിർത്തടി, മതി സംസാരിച്ചത്, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിന്റെ അമ്മയാണോ നിന്നെ പറഞ്ഞയച്ചത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ എന്താണെന്നും ആരാണെന്നും അറിഞ്ഞിട്ട് എന്നോട് സംസാരിക്കാൻ വന്നാൽ മതി എന്നെല്ലാം പറഞ്ഞ് വീണ്ടും വിജയ് ശങ്കർ ആണെങ്കിൽ ആര്യയെ അടിക്കാനായി പോവുകയാണ്. അപ്പോഴേക്കും രുക്കു അങ്ങോട്ടേക്ക് വരികയാണ്. പിന്നീട് രുക്കു വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, ഏട്ടൻ ഇത് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഏട്ടന് ഭ്രാന്ത് പിടിച്ചോ, അമ്പാട്ട് അർച്ചനയ്ക്കും മോളിനും വേണ്ടി ഏട്ടൻ എന്തിനാണ് ഇങ്ങനെയെല്ലാം പെരുമാറുന്നത്, അർച്ചനേച്ചിക്ക് വേണ്ടി ചന്ദ്രേച്ചിയെ ഒഴിവാക്കുന്നത് ഏട്ടൻ ചെയ്യുന്ന മണ്ടത്തരമാണ്, ഏട്ടൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ചന്ദ്രേച്ചിയെ ഒരിക്കലും കുറ്റം പറയാനാവില്ല, കാരണം ചന്ദ്രേച്ചി പറയുന്നതിൽ എന്താണ് തെറ്റ്, അവര് ഏട്ടനെ സംശയിക്കുന്നതിന് കാരണമില്ലേ, അതുകൊണ്ടല്ലേ ചേച്ചി സംശയിച്ചത് എന്നെല്ലാം രുക്കു അങ്ങനെ വിജയ് ശങ്കറിനോട് പറയാണ്. ഇതെല്ലാം കേട്ട് ആര്യ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ഒരുപാട് മാറിപ്പോയി ആൻറ്റി എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ആര്യ റൂമിലേക്ക് പോവുകയാണ്. രുക്കു ആണെങ്കിൽ വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, ഏട്ടൻ ഇനി എന്നെ തല്ലിയാലും കുഴപ്പമില്ല, പക്ഷേ ഏട്ടനോട് എനിക്ക് ഈ കാര്യങ്ങൾ പറയണം, ഏട്ടൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം മണ്ടത്തരങ്ങളാണ്, ഏട്ടനെ പോലെയുള്ള പൂർണ്ണ ബുദ്ധിയുള്ള ഒരു വക്കീൽ നിന്ന് ഇങ്ങനെയൊന്നല്ല പ്രതീക്ഷിക്കുന്നത്, പാട്ടുകാരെ തകർക്കാനല്ലേ ഏട്ടൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ സ്വന്തം കുടുംബത്തെ തകർത്തുകൊണ്ട് വേണോ അവരെ തകർക്കാൻ നോക്കാൻ, വീട്ടിലുള്ളവർ ഏട്ടന് വേണ്ടി എന്തിനും ഏതിനും കൂടെ നിൽക്കുന്നതാണ്, ആ സ്ഥിതിക്ക് ചന്ദ്രേച്ചിയെ തല്ലിയത് ശരിയാണോ എന്ന് ഏട്ടൻ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചു നോക്ക്, വേറൊന്നും എനിക്ക് പറയാനില്ല എന്ന് പറഞ്ഞ് രുക്കും അകത്തേക്ക് പോവുകയാണ്. പിന്നീട് ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിൽ കിടക്കുന്ന JK കാണാനായി പാപ്പച്ചൻ വരുന്നുണ്ട്. JK കണ്ട് പാപ്പച്ചനാണെങ്കിൽ ആകെ പേടിക്കുന്നുണ്ട്, സാറിന് ഇതെന്തു പറ്റി, ഞാൻ ഇതൊന്നും അറിയാതെ പോയി, പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ നിമിഷം ഇങ്ങോട്ടേക്ക് ഓടിയെത്തിയേനെ, ഇന്നലെ എന്താ സാറ് കൂടുതൽ കുടിച്ചായിരുന്നോ അതോ ആരെങ്കിലുമായിട്ട് വഴക്കിട്ടോ, എങ്ങനെയാണ് ഈ മുറിവ് പറ്റിയതെന്ന് പാപ്പച്ചൻ അങ്ങനെ ചോദിക്കുകയാണ്. JK ഇപ്പോൾ പറയുന്നുണ്ട്, ഇല്ലടോ, ഞാൻ ഇന്നലെ അധികമൊന്നും കുടിച്ചിട്ടില്ല, ആരുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടില്ല, പക്ഷേ മനഃപൂർവ്വം ആരോ എന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയതാണെന്ന് JK അങ്ങനെ പാപ്പച്ചനോട് പറയുമ്പോൾ അത് കേട്ട് പാപ്പച്ചനാകെ ഷോക്കാവുന്നുണ്ട്. വീണ്ടും JK പറയുന്നുണ്ട്, ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരോ എന്നെ വന്ന് മനഃപൂർവ്വം കാർ ഇടിക്കുകയായിരുന്നു, പക്ഷേ ഭാഗ്യം കൊണ്ട് ഞാൻ മാറി നിന്നു, അതുകൊണ്ട് ഇത്രയൊക്കെ സംഭവിച്ചുള്ളൂ എന്ന് JK അങ്ങനെ പാപ്പച്ചനോട് പറയുന്നുണ്ട്. പാപ്പച്ചനപ്പോൾ പറയാണ്, എങ്കിൽ ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല സാർ, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കേസ് കൊടുത്ത് അയാളെ പിടിക്കണം, സാറിന് വണ്ടിയുടെ നിറമോ വണ്ടിയുടെ നമ്പർ എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്നങ്ങനെ ചോദിക്കുമ്പോൾ JK ഞാൻ അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചില്ല, താനത് വിട്ടേക്ക് എന്ന് JK അങ്ങനെ പറയാണ്. പാപ്പച്ചനപ്പോൾ വീണ്ടും പറയുന്നുണ്ട്, സാറിനോട് ആർക്കോ വൈരാഗ്യമുണ്ട്, അതുകൊണ്ട് സാറിനി ശ്രദ്ധിക്കണം, സാറിന് എപ്പോഴാണ് ഇനി ഇവിടെ നിന്നും പോവാൻ പറ്റുന്നത്, നമുക്ക് നേരെ സാറിൻ്റെ വാടക വീട്ടിലേക്ക് പോവാം, ഇന്ന് തന്നെ അങ്ങോട്ടേക്ക് പോവാമെന്ന് പാപ്പച്ചൻ അങ്ങനെ പറയുമ്പോൾ JK പറയുന്നുണ്ട്, ഇന്ന് തന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് ആവും, പക്ഷേ വാടക വീട്ടിലേക്ക് നേരിട്ട് പോവണ്ട, ഒന്നില്ലെങ്കിലും ഞാൻ ഇനി അവിടെയല്ലേ താമസിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഈ സ്ഥിതിക്ക് അവിടേക്ക് പോവണ്ട, അതിനു മുന്നേ എനിക്കൊരു കടം വീട്ടാനുണ്ടെന്ന് JK അങ്ങനെ പാപ്പച്ചനോട് പറയാണ്. അങ്ങനെ പാപ്പച്ചനും JKയും കൂടി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി നേരെ അർച്ചനയെ കാണാനായി അർച്ചനയുടെ ഓഫീസിലെത്തുകയാണ്. പാപ്പച്ചനോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് കാർ
കാറിൽ നിന്നിറങ്ങി നേരെ JK അർച്ചനയുടെ ഓഫീസിലേക്ക് പോകുന്ന വഴി വിജയ് ശങ്കറിനെയും ജഗദീഷ് വക്കീലിനെയും കാണുകയാണ്. അവരാണെങ്കിൽ JKയോട് ചോദിക്കുന്നുണ്ട്, താൻ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, വീണ്ടും താൻ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? താൻ ഈ ബന്ധം തുടരാൻ തന്നെയാണോ ഭാവമെന്ന് വിജയ് ശങ്കർ അങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ട് JK പറയുന്നുണ്ട്, എടോ വിജയ് ശങ്കറെ, തനിക്ക് നിയമപുസ്തകങ്ങളെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ, പുറത്തുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ച് അറിയില്ല. കുറച്ചെങ്കിലും അതൊക്കെ അറിയാനായി ശ്രമിക്കണം. എനിക്ക് അർച്ചനയെ ഇപ്പൊ കാണണമെന്ന് തോന്നി വന്നു, ഇനി കാണണമെന്ന് തോന്നും, അപ്പോഴും ഇങ്ങോട്ടേക്ക് വരും. അതിന് തന്റെയൊന്നും അനുവാദം എനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞ് ജഗദീഷ് വക്കീലിനെയും തട്ടിമാറ്റിക്കൊണ്ട് JK അങ്ങനെ അർച്ചനയെ കാണാനായി പോവുകയാണ്. അപ്പച്ചനാണെങ്കിൽ ഇവരെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് പുറത്തുനിന്ന് കാണുന്നുണ്ട്. അങ്ങനെ JK പോയതിനു ശേഷം വിജയ് ശങ്കറിനെ കാണാനായി പാപ്പച്ചൻ വരികയാണ്. എന്നിട്ട് വിജയ് ശങ്കറിനോട് ചോദിക്കുന്നുണ്ട്, സാർ, എനിക്കൊരു വകുപ്പിനെ കുറിച്ച് അറിയണം. ഒരു കുറ്റകൃത്യം നടന്നു, ഒരാളെ വണ്ടിയിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ആരാണോ എന്തിനാണോ ചെയ്തതെന്നറിയില്ല, പക്ഷേ ഏതൊരു തെണ്ടിയാണ് അത് ചെയ്തത്. തെണ്ടിയാണ് എൻ്റെ സാറിനെ വണ്ടിയിടിച്ച് കൊല്ലാനായി ശ്രമിച്ചത്. എന്തായാലും ആ തെണ്ടി ഒരു ഭീരുവാണ്. എന്തായാലും അയാളെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ അയാളുടെ എല്ലു ഞാൻ ഊരിയെടുക്കും എന്നെല്ലാം പാപ്പച്ചൻ അങ്ങനെ പറയുമ്പോൾ വിജയ് ശങ്കർ ആണെങ്കിൽ ആകെ ടെൻഷനായിക്കൊണ്ട് അവിടെ നിന്നും വേഗം പോവുകയാണ്. പാപ്പച്ചനാണെങ്കിൽ ജഗദീഷ് വക്കീലിനോട് ചോദിക്കുന്നുണ്ട്, അതിന് ഏതാണ് സാറേ വകുപ്പ് എന്ന് ചോദിക്കുമ്പോൾ ജഗദീഷ് വക്കീൽ പറയുന്നുണ്ട്, അതിന് 2-3 വകുപ്പുണ്ടോ, പക്ഷേ കേസ് കൊടുത്തു കഴിഞ്ഞാൽ സാക്ഷികളോ തെളിവുകളോ ഇല്ലെങ്കിൽ പിന്നീട് കേസ് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജഗദീഷ് വക്കീലും അവിടെ നിന്നും പോവുകയാണ്. അർച്ചനയാണെങ്കിൽ കേസുകളെ കുറിച്ച് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അർച്ചനയുടെ ഓഫീസിലേക്ക് JK വരുന്നത്. JK കാണുന്നതും അർച്ചന ആകെ ഷോക്കാവുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, ദിവസങ്ങളോളം ഹോസ്പിറ്റൽ കിടക്കേണ്ട സാഹചര്യങ്ങളൊന്നും ഉണ്ടായില്ല. നിങ്ങൾ എന്നെ തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ടായിരിക്കാം അങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നത്. ഡിസ്ചാർജ് കഴിഞ്ഞുള്ള വരവാണ് ഇന്നങ്ങനെ JK പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നത്? നേരെ വീട്ടിലേക്ക് പോവായിരുന്നോ എന്നങ്ങനെ ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, ആദ്യമേ ഞാൻ നിങ്ങളോട് മാപ്പ് പറയുന്നു. എൻ്റെ അമ്മ എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ലോകത്ത് ഞാൻ എവിടെയാണെങ്കിലും എന്നെ കാത്തു രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് എൻ്റെ അമ്മയുടെ പ്രാർത്ഥന. എൻ്റെ അമ്മ പ്രാർത്ഥിക്കാറുള്ള ദൈവം ഇന്നലെ നിങ്ങളുടെ രൂപത്തിലാണ് എൻ്റെ മുന്നിൽ വന്നത്. ഒരുപാട് നന്ദിയുണ്ടെന്ന് JK അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നിങ്ങളെന്നല്ല വേറെ ആരാണെങ്കിലും അങ്ങനെ റോഡിൽ കിടക്കുകയാണെങ്കിൽ ഞാൻ രക്ഷിക്കാനായി നോക്കും. എനിക്ക് പുതിയൊരു കാര്യമല്ലെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ JK പറയുന്നുണ്ട്, എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് നിങ്ങൾക്ക് പുതിയൊരു കാര്യമല്ലായിരിക്കും, പക്ഷേ എനിക്കിപ്പോൾ നിങ്ങളോടൊരു കടം തീർക്കാനുണ്ട്. അന്ന് കരിമലക്കുടിയിൽ നിങ്ങളെ ഞാൻ രക്ഷിച്ചപ്പോൾ നിങ്ങൾ എന്നോടുള്ള കടം തീർത്തു, പക്ഷേ ഇപ്പോൾ നിങ്ങൾ എനിക്കൊരു കടം ബാക്കി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്തുകൊണ്ട് അർച്ചനയ്ക്ക് കൊടുക്കുകയാണ്. ഇന്നലെ ഹോസ്പിറ്റലിലെ എല്ലാ ബില്ലുകളും നിങ്ങളല്ലേ പേ ചെയ്തത്. നിങ്ങൾ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പേരിൽ ഒരു കടക്കാരനാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ചെലവാക്കിയ മുഴുവൻ തുകയും ഇതിലുണ്ട്, 1 രൂപ പോലും കുറച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് JK അങ്ങനെ ക്യാഷ് നീട്ടുകയാണ്. അച്ഛനപ്പോൾ പറയുന്നുണ്ട്, ഇതൊക്കെ എന്തിനായിരുന്നോ, വേണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, ഭവതി ഈ ക്യാഷ് വേണ്ട എന്ന് പറയരുത്. ഭവതി ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉത്തരം മുട്ടും. അതുകൊണ്ട് നിങ്ങളിത് വാങ്ങണം. പിന്നെ ഞാൻ ആ ആപ്പിൾ കഴിച്ചു, അതിന്റെ ബില്ല് എനിക്ക് എത്രയാണെന്ന് അറിയില്ല എന്ന് JK അങ്ങനെ പറയുമ്പോൾ അർച്ചന ചിരിച്ചുകൊണ്ട് JKയുടെ കയ്യിൽ നിന്നും ആ ക്യാഷ് വാങ്ങുകയാണ്. പിന്നീട് JK ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാനായി നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വിജയ് ശങ്കർ വരുന്നത്. JK ഇപ്പോൾ പറയുന്നുണ്ട്, ഞാൻ വന്നത് എന്തിനാണെന്ന് അറിയാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്, എന്താണെന്ന് ഇവരോട് ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞ് JK അങ്ങനെ പോവുകയാണ്. പിന്നീട് വിജയ് ശങ്കർ ആണെങ്കിൽ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്താണ് നടക്കുന്നത്? ആരെ തോൽപ്പിക്കാനാണ് നീ ഈ ബന്ധം തുടരുന്നത്? ആളും നീയും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ നീ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കരുത്. എന്റെ ആവശ്യം എന്താണ്? ഇനി അയാൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കയറ്റരുത് എന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയുമ്പോൾ അർച്ചനയ്ക്ക് ഇതെല്ലാം കേട്ട് ദേഷ്യം വരികയാണ്. ആര് കാണാൻ വരണ്ട എന്ന് തീരുമാനിക്കാൻ നിങ്ങൾ ആരാണ്? സംശയത്തിന്റെ തിമിരം ബാധിച്ച നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല എന്ന് അർച്ചന അങ്ങനെ പറയുകയാണ്. വിജയ് ശങ്കർ അപ്പോൾ വീണ്ടും അർച്ചനയോട് പറയുന്നുണ്ട്, ഇങ്ങനെയാണ് നിന്റെ പോക്കെങ്കിൽ നിനക്ക് എന്തായാലും പണി കിട്ടും. മര്യാദയ്ക്ക് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറിക്കോ, അതാണ് നിനക്ക് നല്ലത്. ഈ തെറ്റായ പ്രവൃത്തികൾ എൻ്റെ മോളുടെ ജീവിതത്തെയാണ് ബാധിക്കുന്നത്, അത് നീ മറക്കരുത് പറഞ്ഞുകൊണ്ട് വിജയ് ശങ്കർ അങ്ങനെ പോവുകയാണ്. അർച്ചനയാണെങ്കിൽ എല്ലാവരും തന്നെ തെറ്റിദ്ധരിക്കുന്നത് കണ്ട് ആകെ ടെൻഷനോടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം വിജയ് ശങ്കർ ആണെങ്കിൽ അർച്ചനയോടുള്ള ദേഷ്യം വന്ന്
എന്ന് രവികുമാറിനോടും ജഗദീഷ് വക്കീലിനോട് അങ്ങനെ തീർക്കുകയാണ്. ജഗദീഷ് വക്കീൽ അപ്പോൾ വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, സാറിപ്പോ എന്താണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലായി. സാറിപ്പ് എന്തിനാണ് അർച്ചനയുടെ ഓഫീസിലേക്ക് പോയത്? അതുകൊണ്ടല്ലേ അവള് സാറിനെ അപമാനിച്ചത്? എന്നങ്ങനെ ജഗദീഷ് വക്കീൽ ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, അവളെന്നെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ അവൾക്ക് ദുഃഖം കൊടുക്കും. ദുഃഖമാണ് ജയകൃഷ്ണൻ. അർച്ചനയെ തകർക്കണമെങ്കിൽ അർച്ചനയെ സ്നേഹിക്കുന്നവരെ തകർക്കണം, അർച്ചനയെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കണം, എങ്ങനെയെങ്കിലും ആ ജയകൃഷ്ണനെ തകർക്കണം. അപ്പോൾ അവളുടെ അനിയനെ കൊണ്ട് അവൾ ദുഃഖിക്കുന്നുണ്ട്. അർച്ചന ദുഃഖിക്കാൻ പോകുന്നത് അവനെ ഓർത്താണ്. ആ ജയകൃഷ്ണനെ അയാളുടെ ഭാര്യയെ പറ്റി അന്വേഷിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ അന്വേഷിച്ചോ? എത്രയും പെട്ടെന്ന് തന്നെ ആ സ്ത്രീയുടെ കോണ്ടാക്ട് തപ്പിയെടുക്കണം. ബാക്കി കാര്യം അത് കഴിഞ്ഞ് തീരുമാനിക്കാമെന്ന് വിജയ് ശങ്കർ അങ്ങനെ അവരോട് പറയാണ്. പിന്നീട് JK അമ്പാട്ട് വീട്ടിലെത്തുകയാണ്. അമ്പാട്ട് വീടിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് JK അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, താനല്ലേ ചിന്നുവിന്റെ അമ്പാട്ട് വീട്, അർച്ചന ദേവിയുടെ വീട്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജു വരുന്നത്. JKയെ കാണുന്നതും മഞ്ജു ആരാ എന്ന് ചോദിക്കുകയാണ്. JK അപ്പോൾ നമസ്കാരം മാഡം എന്ന് പറയുന്നുണ്ട്. മഞ്ജു അപ്പം മനസ്സിലങ്ങനെ ചിന്തിക്കുകയാണ്, ആൾ എന്തിനാണ് എന്നെ മാഡം എന്ന് വിളിക്കുന്നത്? ഇനിയിപ്പോ ഫ്രിഡ്ജ് നേരാക്കാൻ വന്ന ടെക്നീഷ്യൻ ആയിരിക്കുമോ? അനന്തേട്ടൻ പറഞ്ഞിരുന്നു ഇന്ന് ആ ടെക്നീഷ്യൻ വരുമെന്ന്. അപ്പോൾ അയാൾ തന്നെ ആയിരിക്കും ഇതെന്ന് മഞ്ജു അങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. പിന്നീട് JK മുറ്റത്ത് നിന്നും ഉമ്മറത്തേക്ക് കയറുകയാണ്. എന്നിട്ട് മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ മാഡം ഇങ്ങനെ നോക്കുന്നത്? ഞാൻ ആരാണെന്ന് ചിന്തിക്കായിരിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, സത്യത്തിൽ ആ കാര്യമാണ് ഞാൻ ഓർത്തുകൊണ്ട് നിന്നത്. ഫ്രിഡ്ജിന്റെ കംപ്ലൈന്റ് വിളിച്ച് രജിസ്റ്റർ ചെയ്തെങ്കിലും ഇത്രയും പെട്ടെന്ന് ആൾ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അങ്ങനെ മഞ്ജു പറയുമ്പോൾ JK ആണെങ്കിൽ മഞ്ജുവിന്റെ ആ മറുപടി കേട്ട് ആകെ നാണം കെട്ട് അങ്ങനെ നിൽക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.